അങ്ങനെ തൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി അവൾ നെഞ്ചു പൊട്ടി ആ രാത്രി കഴിഞ്ഞുകൂട്ടി. ഷിഹാബാണെങ്കിലോ മറ്റൊരു പെൺകുട്ടിയുടെ അടുത്ത് പോവുകയും ചെയ്തു. അങ്ങനെ നേരം പുലർന്നു. അവൾ അവളുടെ ജീവിതത്തിൻ്റെ പുതിയ അധ്യായം ആരംഭിച്ചെന്ന് കരുതിയതാണെങ്കിലും എല്ലാം നഷ്ടപ്പെട്ടു. പിന്നീട് ഷിഹാബ് കയറി വന്നു. അപ്പോഴേക്കും ഷിഹാബിൻ്റെ ഉപ്പാക്ക് ഭക്ഷണം കൊടുക്കുകയായിരുന്നു റസിയ. റൂമിലേക്ക് വന്ന ഉടനെ തന്നെ ഷിഹാബ് തൻ്റെ ദേഷ്യം മുഴുവൻ അവളെടുത്ത് തീർത്തു. നിന്നെ കാണുന്നത് തന്നെ ഒരു മനസ്സിന് വെറുപ്പുണ്ടാക്കുന്നു, എനിക്ക് ഇറങ്ങിപ്പോയിക്കൂടെ എന്നൊക്കെ അവളോട് പറഞ്ഞു. അങ്ങനെ ഷിഹാബ് ഓഫീസിലേക്ക് പോകാൻ തയ്യാറെടുത്തു. ഷിഹാബിൻ്റെ ഉപ്പയുടെ ഉമ്മയുടെ മുമ്പിൽ ഷിഹാബ് വളരെ നല്ല ഭർത്താവായി അഭിനയിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും സംശയം തോന്നിയിട്ടില്ല. റസിയ ആണെങ്കിലോ തൻ്റെ വീട്ടുകാരോട് ഒരിക്കൽ പോലും ഷിഹാബിൻ്റെ കുറ്റം പറഞ്ഞിട്ടില്ല. കാരണം അവരുടെ വിചാരം അവൾ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. അവൾ സന്തോഷത്തോടെ ജീവിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിലും സന്തോഷം ഉണ്ടാകുക. അവളെ വിഷമത്തിലാണെന്ന് അറിഞ്ഞാൽ അവരാകെ തകർന്നു പോകും. അവരുടെ തകർച്ച അവൾ ഒരിക്കലും കാണാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരോട് ഒരിക്കലും ഇങ്ങനൊരു ജീവിതമാണ് തനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞിട്ടില്ല. അതേപോലെ തൻ്റെ കൂട്ടുകാരോടും, അവൾക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നില്ല, അവരോടൊക്കെ ഞാൻ സന്തോഷവതിയാണെന്നാണ് അവൾ അവരുടെ മുൻപിൽ അങ്ങനെ അഭിനയിച്ചു കാണിച്ചു. രാത്രിയാവുമ്പോൾ ഷിഹാബ് തൻ്റെ കാമുകിയുടെ അടുത്തേക്ക് പോകുമായിരുന്നു. റസിയക്ക് ഇതറിയുമായിരുന്നു. എന്നാലും റസിയ ഷിഹാബിൻ്റെ ഉപ്പ അറിയാതെ നോക്കുമായിരുന്നു. കാരണം അവരും ഇതൊക്കെ അറിഞ്ഞാൽ വിഷമിക്കുമെന്ന് അവൾക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും അറിയാതെ അവളുടെ സങ്കടം ആ മുറികളിൻ്റെ ഉള്ളിൽ ഒതുക്കി ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം റസിയ തുടക്കായിരുന്നു വീട്. അപ്പോഴാണ് ഷിഹാബ് എന്തോ ആവശ്യത്തിന് ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് വരുന്നത്. അവളെ കണ്ട ഉടനെ തന്നെ മനസ്സിൽ വിചാരിച്ചു, ഷോ ഈ നശിച്ചവളെ തന്നെ വരുമ്പോൾ കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കയറി വരികയായിരുന്നു. അപ്പോഴാണ് തുടച്ച വെള്ളം കുറച്ച് തറയിലുള്ളത് അവൻ ശ്രദ്ധിച്ചില്ല. അവൻ അങ്ങനെ വഴുക്കി റസിയയുടെ ദേഹത്ത് വീണു. അങ്ങനെ അവൻ വീഴാൻ പോകുമ്പോഴത്തേക്ക് അവളും വീണു. അങ്ങനെ അവർ തമ്മിൽ ഒരു പ്രണയം വന്നു. റസിയാണെങ്കിൽ നാണത്തോടെ ഉള്ളിലേക്ക് പോവുകയും ചെയ്തു. ഷിഹാബ് ഇപ്പുറത്തെ റൂമിലേക്കും പോയി. ഷിഹാബിൻ്റെ മനസ്സ് നല്ല അസ്വസ്ഥമായിരുന്നു. കാരണം അവൻ്റെ മനസ്സിൽ അവളോട് പ്രണയമുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ അവർക്ക് അവളോടൊരു ചെറിയ സ്നേഹം തോന്നിത്തുടങ്ങി. എന്നാൽ അതൊന്നും അവൻ പ്രകടിപ്പിച്ചില്ല. അവൻ ദേഷ്യത്തോടെ തന്നെ അങ്ങനെ മുൻപോട്ട് നീങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഷിഹാബിന് ഒരു അപകടം പറ്റി. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാല് വഴുതി വീണ് കാലിന് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. വിവരം അറിഞ്ഞ ഉടനെ തന്നെ റസിയ ഹോസ്പിറ്റലിലെത്തി. എന്നിട്ട് അവന് വേണ്ട പരിചരണമെല്ലാം നൽകി. അവൾക്ക് അവനോടൊരു ദേഷ്യവും ഉണ്ടായിരുന്നില്ല. ഷിഹാബിന് ചെറിയൊരു നീരസമുണ്ടായിരുന്നു അവൾ അവനെ പരിചരിക്കുന്നതിൽ. എന്നാൽ ഷിഹാബിൻ്റെ ഉപ്പയുടെ നിർബന്ധത്തിന് മുമ്പിൽ ഷിഹാബിനൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവരുടെ മുമ്പിൽ ഇവർ തമ്മിലൊരു പിണക്കവുമില്ലല്ലോ. അങ്ങനെ വീട്ടിലേക്ക് ഡിസ്ചാർജായി വന്നു ഷിഹാബ്. റസിയ അവനൊരു കുറവുമില്ലാതെ അവനെ നോക്കി. പോകെ ഷിഹാബിന് കുറ്റബോധം വരാൻ തുടങ്ങി. താൻ പകയും പ്രതികാരവും കൊണ്ട് നശിപ്പിക്കാൻ നോക്കിയത് തൻ്റെ സ്വന്തം ജീവിതമായിരുന്നെന്ന് അവൻ തിരിച്ചറിഞ്ഞു. എന്നിട്ട് അവൻ റസിയയോട് പറഞ്ഞു, റസിയ, നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു, ഒരുപാട് വിഷമിപ്പിച്ചു. എന്നിട്ടും നീ എന്നെ ഒരു വെറുപ്പും കാണിച്ചില്ല. നിന്നെപ്പോലെ ഒരു പെണ്ണിനെ കിട്ടാൻ ഞാൻ മഹാഭാഗ്യം ചെയ്യണം. മഹാഭാഗ്യം കിട്ടിയിട്ടും അതിനെ പുറംകാലം കൊണ്ട് തട്ടിത്തെറിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ റസിയ മറുപടി പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ലിക്ക, എനിക്കൊരു പ്രശ്നവുമില്ല. നിങ്ങളെ സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി. നിങ്ങളെ ഒഴിവാക്കി പോകാതിരുന്നത് എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടല്ല. എൻ്റെ മനസ്സിൽ നിങ്ങളോട് പ്രണയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ച് പോകാതിരുന്നത്. ഇങ്ങനൊരു ദിവസം വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു.
അതുകൊണ്ടാണ് ഞാൻ കാത്തിരുന്നത്. എൻ്റെ കാത്തിരിപ്പ് അള്ളാഹു വെറുതെ ആക്കിയില്ല, അൽഹംദുലില്ലാ എന്നവൾ പറഞ്ഞു. അങ്ങനെ പിന്നീടുള്ള കാലം അവർ സന്തോഷത്തോടെ ജീവിച്ചു.